കെ.സി. വേണുഗോപാൽ സീരിയസ്ലി മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയല്ല ഈ ഫൈറ്റ് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തെറ്റാവാം. അദ്ദേഹം വിചാരിക്കുന്നത് തനിക്ക് തൻ്റെ ഹോം സ്റ്റേറ്റിൽ നല്ല പിന്തുണയുണ്ട്, താനൊരു വേരില്ലാത്ത നേതാവല്ല, വേരില്ലാത്ത ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ല, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി അല്ല, ഒരു അഖിലേന്ത്യാ നേതാവല്ല. അങ്ങനെ പലരും ഉണ്ട്. സ്വന്തം സംസ്ഥാനത്ത് പോയിട്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത, ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ കഴിയാത്ത ആളുകൾ അഖിലേന്ത്യാ നേതാക്കളായിട്ട് കോൺഗ്രസിൻ്റെ പലരും ഇരിപ്പുണ്ട്. അതുപോലെ ഒരാളല്ല താൻ. തനിക്ക് തൻ്റെ സ്റ്റേറ്റിൽ നല്ല പിടിപാടുണ്ട്. അത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണോ കെ.സി. വേണുഗോപാലിൻ്റെ ഈ ഫൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ ന്യായമായി സംശയിക്കുകയാണ്. അതിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു. ഭൂരിഭാഗം എം.എൽ.എമാരും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. മറുവശത്ത് വലിയ പ്രകടനങ്ങൾ തെരുവിൽ നടക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നിരീക്ഷകരെ സംബന്ധിച്ച് പ്രകടനമല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്, എം.എൽ.എമാരുടെ അഭിപ്രായമാണ്. പിന്നെ ഘടകകക്ഷികളുടെയും അതുപോലെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തേണ്ടത്. അവരവിടെ എത്ര പ്രകടനം നടന്നു, കെ.സിക്ക് എത്ര എതിരെ അനുകൂലമായിട്ട് എത്ര ഫ്ലെക്സ് ഉണ്ട്, വി.ഡിക്ക് എത്ര ഫ്ലെക്സ് ഉണ്ടെന്ന് അവർ എണ്ണേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, കെ.സി. വേണുഗോപാലിന് ഹോം സ്റ്റേറ്റിൽ നല്ല പിന്തുണയുണ്ട് എന്ന വിവരം മുകളിലെത്തിക്കാൻ കഴിയും. വി.ഡി സതീശന് ആണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ശില്പി എന്നുള്ളത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന, നമ്മളിപ്പോൾ പറയുന്ന സോ കോൾഡ് ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് അറിയാത്തതല്ലല്ലോ. കുറഞ്ഞ വർഷം പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് അറിയാം എന്താണ് കേരളത്തിൽ നടക്കുന്നത്. അത് കെ.സി. എടുത്ത പണി അറിവുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് പണിയല്ലല്ലോ, അത് സംഘടനാ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ട കാര്യമാണല്ലോ. ഫണ്ട് എത്തിക്കുക, സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുക എന്നുള്ളത് സംഘടനാ ജനറൽ സെക്രട്ടറി പണിയാണ്. പക്ഷേ അതിനപ്പുറം ഒരു രാഷ്ട്രീയമായ മൊബൈലൈസേഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എന്നുള്ളത് ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. പിന്നെ അവിടെ ആകെയുള്ളൊരു ക്ലെയിം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ക്ലെയിമാണ് സാധുതയുള്ളൊരു ക്ലെയിം. കാരണം അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ കോൺഗ്രസിലെ പലരും മുഖ്യമന്ത്രിമാരാവുകയോ പിന്നെ സ്ഥാനം ഒഴിയുകയൊക്കെ ചെയ്തു. അദ്ദേഹം പല മുഖ്യമന്ത്രിമാരുടെയും കിങ് മേക്കറായി മാറിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ചുമതല ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം പല ഗവൺമെൻറ്റുകളുടെ ഫോർമേഷൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം പോലും സംസ്ഥാനത്ത് അദ്ദേഹത്തിന് ആവാൻ കഴിഞ്ഞില്ല. 2021 ദൗർഭാഗ്യകരമായി തുടർഭരണം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ആ സാധ്യത നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ വിഷമം തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് കേൾക്കും. എങ്കിൽ പോലും അപ്പോഴും രണ്ടും തൂക്കി നോക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ വരെ സതീശൻ്റെ ഭാഗത്താണ്. സതീശനാണ് ഈ പറയുന്ന 102 സീറ്റ് വിജയത്തിൻ്റെ ശില്പി എന്നുള്ളത് ഹൈക്കമാൻഡിന് അറിയാത്ത കാര്യമൊന്നുമല്ല. പിന്നെ അതിൻ്റേതായ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് എം.എൽ.എമാരുടെ മീറ്റിംഗ് വിളിക്കുന്നു, അതിൽ നിന്ന് അഭിപ്രായം എടുക്കുന്നു, ഞായറാഴ്ച പ്രഖ്യാപിക്കുന്നല്ലേ അവർ പറഞ്ഞത് നേരത്തെ. ഇന്ന് വെള്ളിയാഴ്ചയായി, നാളെ ഒരു ദിവസം, നാളെ ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നു, ഞായറാഴ്ച പ്രഖ്യാപിക്കും. അതങ്ങനെ ഒരു വൈകലല്ല. പക്ഷേ ഇത് മൊത്തം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും വോട്ട് ചെയ്തവർക്ക് നിരാശ ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തെരുവിൽ നടക്കുന്ന ഈ യുദ്ധം, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധം, സോഷ്യൽ മീഡിയയിലൊക്കെ പേജസ്, ഞാനിപ്പോൾ ഇന്നാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ. മുമ്പേ തന്നെ ഈ പഴയ പേജുകൾ, ഒരു പേജിൻ്റെ പേര് ലവേഴ്സ് എന്നാണ്. അപ്പോൾ ഞാൻ ഈ ലവേഴ്സ് എന്നുള്ള പേജിൽ രാഹുൽ ഗാന്ധിയുടെ പടം, അത് എന്താണെന്ന് പോയി നോക്കുമ്പോൾ അതിൽ കെ.സിക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. മറുവശത്ത് രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ്, കേരള യാത്ര പോഡ്കാസ്റ്റ് തുടങ്ങിയിരുന്നല്ലോ. ഒരു പേജ് കേരള യാത്ര, അതിലിങ്ങനെ കെ.സിക്ക് വേണ്ടിയുള്ള പോസ്റ്റുകൾ. ചില പേജുകളിൽ കെ.സിക്കും വി.ഡിക്കും ആർ.സിക്കും വേണ്ടി പോസ്റ്റുകളുണ്ട്. അതാണ് എൻ്റെ രസം. അവരൊക്കെ എന്താണ്, അതൊക്കെ പെയ്ഡ് പോസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആ പേജുകൾ സൃഷ്ടിച്ചത് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും എന്തോ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നൊരു മതിപ്പ് കുറവ്, അത് തീർച്ചയായിട്ടും UDFന് തന്നെ ഒരു തിരിച്ചടിയാണ്. അതിലുള്ള രോഷമാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ അവർ പ്രകടിപ്പിക്കുന്നത് ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന കാര്യങ്ങൾ പുറത്ത് നടക്കുന്നു ഈ സമയത്തിനുള്ളിൽ നിന്നാണ്. അതർവൈസ് ഇത് വലിയൊരു വൈകലൊന്നുമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വൈകലല്ല. തിങ്കളാഴ്ച റിസൾട്ട് വരുന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ 24 മണിക്കൂറിൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് നടക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച വരുന്നു എന്നുള്ളതിനപ്പുറം, ഇതൊരു തരം ചേരിപ്പോര് എന്നതിനപ്പുറം, ഇപ്പോൾ ഒരാളൊരു കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയിലാവട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ഉന്നയിക്കുമ്പോൾ അതിനൊരു ലോജിക്ക് വേണമല്ലോ. നമുക്കിതിൽ ചില കാര്യങ്ങൾ ലോജിക്ക് തന്നെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ക്ലെയിംസ് കാണുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്താണ്, കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും കൃത്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് കൊടുത്തുകൊണ്ട് വി.ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ റീഹാബിലിറ്റേഷൻ എങ്ങനെയായിരിക്കും? കെ.സി. വേണുഗോപാലിന് കുറേ കൂടി ഉത്തരവാദിത്തമുള്ള പദവികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണോ, രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പൊസിഷൻ കൊടുക്കുകയാണോ എന്നൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. അതായിരിക്കും ഒരു പക്ഷേ ഹൈക്കമാൻഡ് ഇനി ചർച്ച ചെയ്യുക. പക്ഷേ അതിനപ്പുറം നമ്മൾ പറയുന്ന പോലെ 2021 UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നൊരു സമയമുണ്ട്, 101 സീറ്റുമായിട്ട്. അന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് ഇതിനേക്കാൾ വലിയ അടിയായിരുന്നു. അന്ന് ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതല്ല, ആ ഇലക്ഷന് തൊട്ട് മുമ്പ് കരുണാകരൻ ആൻ്റണി ചേരിപ്പോരിൻ്റെ ഒരു വലിയ സംഘട്ടനത്തിന് ശേഷമാണ്
അപ്പോൾ തമ്മിലടി എന്ന് പറഞ്ഞാൽ വലിയ തമ്മിലടി നടന്നിട്ട് 101 സീറ്റ് കൊടുത്ത് UDF അധികാരത്തിൽ ഏറ്റുമാണ് വോട്ടർമാർ ചെയ്തത്. അപ്പോൾ അന്ന് ഈ കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ്റെ മാതൃഭൂമിയിൽ വന്നൊരു വലിയ വിഖ്യാതമായൊരു കാർട്ടൂണുണ്ട്. 2 കുട്ടികൾ രാത്രി ഇരുന്ന് അടി കൂടുവാണ്. കുട്ടികൾ ആൻ്റണിയും കരുണാകരനുമാണ്. തൊട്ടപ്പുറത്ത് VS അച്യുതാനന്ദൻ നല്ല കുട്ടിയായിട്ട് സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു പഠിക്കുന്നു. അവസാനം പരീക്ഷാ റിസൾട്ട് വരുമ്പോൾ ഇവർക്ക് 101, അച്യുതാനന്ദന് അക്കം കുറവ്. അത് ഭയങ്കര രസമുള്ള കാർട്ടൂണായിരുന്നു. അന്ന് അത് സംഭവിച്ചാണ്. പക്ഷേ അത്രയും മോശമായൊരു കാര്യമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇല്ല. ആക്ച്വലി ആ ഗ്രൂപ്പിസം ഇല്ലാത്തതുകൊണ്ടാണ് VD സതീശന് വേണ്ടി ആരും കൈവെക്കാത്തത്. ആക്ച്വലി ഈ VD സതീശൻ ഗ്രൂപ്പ് ഉണ്ടാക്കാത്ത സമയത്ത് മറ്റ് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് വേറെ തരത്തിൽ ഗ്രൂപ്പ് രൂപം കൊള്ളുകയായിരുന്നു MLA-മാരുടെ നിലപാടിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിന് സാധുതയുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ, ഇനി സാധുതയുണ്ടോ എന്നുള്ളത് കൂടി ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ വളരെ നിർണായകമാണ്. ആ ഗ്രൂപ്പ് നിലനിൽക്കുമോ? ആകെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ രസം. കേരളത്തിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ എത്ര ഗ്രൂപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് KC ഗ്രൂപ്പാണ്. അതിനുവേണ്ടി ആളുകളുണ്ട്, MLA-മാരുണ്ട്, ആളുകൾ KPCC അധ്യക്ഷൻ പോലും സംസാരിക്കുന്നു ആ ഗ്രൂപ്പിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് നിലനിൽക്കുമോ, ആ ഗ്രൂപ്പിന് ഇനി ഭാവിയുണ്ടോ എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ വരും. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു പ്രധാനപ്പെട്ട ലേഖനം, അതിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് ആന്ധ്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ആ തലക്കെട്ട്. അത് വളരെ നിർണായകമായൊരു ചോദ്യമാണ്. അതായത് കോൺഗ്രസ് കുത്തിയൊലിച്ചു പോയ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കി വെച്ച മുഖ്യമന്ത്രിമാരാണ് അവിടെ സംഘടനയെ നശിപ്പിച്ചത്. സർക്കാരിനെ നശിപ്പിക്കുക മാത്രമല്ല, സംഘടനയെ തന്നെ നശിപ്പിച്ചത് ഹൈക്കമാൻഡിൻ്റെ ഇതാണ് ഹെലികോപ്റ്റർ ലോഞ്ചിങ് CMs ആണ് അത് നശിപ്പിച്ച് കളഞ്ഞത് എന്നുള്ളതാണ് ആ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അത് ഇവിടെയും ആവർത്തിക്കും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് ഞാൻ കരുതുന്നേ ഇല്ല. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പ്രഡിക്റ്റ് ചെയ്യുന്നു, VD സതീശൻ തന്നെ അവർ പ്രഖ്യാപിക്കും. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും വേറെ രീതിയിൽ അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്.